എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ അവസ്ഥയെക്കുറിച്ചാണ്. അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെയും കണ്ടെത്തി നാടുകടത്താൻ അമേരിക്ക നീക്കം തുടങ്ങി. ഇന്ത്യക്കാരുടെ ആരാധനാലയങ്ങളിൽ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി. ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെ കണ്ടെത്തി നാടുകടത്തുന്നതിൻ്റെ ഭാഗമായാണ് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി തെരച്ചിൽ കർശനമാക്കുന്നത്. അനധികൃതമായി അമേരിക്കയിൽ തങ്ങുന്ന ചില ഇന്ത്യക്കാർ കേന്ദ്രമായി ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ഗുരുദ്വാരകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പരിശോധന നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഗുരുദ്വാരകളിൽ പരിശോധിക്കാനെതിരെ സിഖ് സംഘടനകൾ രംഗത്തെത്തി. ഗുരുദ്വാരകളിൽ റെയ്ഡ് പവിത്രതയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്നും സിഖ് സംഘടനകൾ പറയുന്നു. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ തീരുമാനങ്ങൾ തങ്ങൾ വളരെയധികം ആശങ്കാകുലരാണെന്ന് സിഖ് അമേരിക്കൻ ലീഗ് ഡിഫൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കിരൺ കൗർ-ഗിൽ പറഞ്ഞു. അനധികൃതമായ കുടിയേറ്റക്കാർ നടത്തുന്ന കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും ഉൾപ്പെടെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. നേരത്തെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട നിരവധി ബ്രസീലുകാർ വിമാനത്തിലടക്കം കൊടിയ പീഡനം അനുഭവിച്ച റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 100-നടുത്ത കണക്കിന് കുടിയേറ്റക്കാരാണ് അമേരിക്ക നാടുകടത്തുന്നതിനെ തുടർന്ന് ബ്രസീലിൽ എത്തിയത്. സംഭവത്തിൽ ബ്രസീൽ സർക്കാർ അമേരിക്കയുടെ വിശദീകരണം തേടും. കുടിയേറ്റക്കാരോട് കാണിച്ച പെരുമാറ്റം മനുഷ്യാവകാശങ്ങളോടുള്ള വിമാനത്തിൽ യാത്രക്കാരെ എത്തിച്ചതെന്ന റിപ്പോർട്ടാണ്. വിമാനത്തിലുണ്ടായിരുന്ന 88 ബ്രസീലുകാർ കൈവിലങ്ങോടെയാണ് വിമാനം ഇറങ്ങിയത്. വിമാനത്തിനുള്ളിൽ AC ഉണ്ടായിരുന്നില്ലെന്നും കുടിവെള്ളം നൽകിയില്ലെന്നും ഇവർ ആരോപിച്ചു. ശുചിമുറിയിൽ പോകാൻ പോലും അനുവദിച്ചില്ലെന്നും അവർ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക പുറത്താക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് എത്രത്തോളം ഇന്ത്യയെ ബാധിക്കുമെന്നുള്ളതും ഇന്ത്യൻ ഗവൺമെൻറ് അതിനുള്ള എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലത്തെ പുതിയ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.